ഡബിൾ സ്റ്റാൻഡേർഡ് ചായയെ പറ്റിയാണ് എനിക്കിന്ന് പറയാനുള്ളത്. ഞാൻ പറഞ്ഞു മടുത്ത്. എന്നാലും ഇതും കൂടെ അങ്ങ് പറഞ്ഞങ്ങ് അവസാനിപ്പിക്കാന്ന് വെച്ച്. ഇനി ഡബിൾ സ്റ്റാൻഡേർഡ് ചായയെ പറ്റി ഞാൻ പറയണില്ല, നിർത്താന്ന് വിചാരിക്കുന്നത്. എനിക്ക് വയ്യ. ചായ എണ്ണാൻ ജയിലിലേക്ക് ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുമ്പ്, ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ജയിൽ യുനോ. അപ്പോൾ ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മളുടെ അടുത്തൊരു കാര്യം പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. നമുക്കത് കേട്ടാലോ? അത് കേൾക്കാം. ചത്താലും ഞാൻ അതിനകത്ത് പോയി കരയത്തില്ല. കരഞ്ഞ അന്ന് ഞാൻ ഇറങ്ങി വരും, ഇതാ പറഞ്ഞത്. അപ്പോൾ ഇന്നലെ പെങ്ങളൂട്ടി പോയപ്പോൾ ഇങ്ങനെ അവിടെ കിടന്ന് ഭയങ്കര കഴിച്ചിലായിരുന്നല്ലോ. അത് എന്തിനു ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ പുള്ളി അഭിനയിച്ചാണെന്ന് ഞാൻ പറഞ്ഞത് കറക്റ്റാണെന്ന്? അയ്യോ, അഭിനയ ശിരോമണി മാങ്ങാണ്ടി. അതവിടെ കിട്ടും. ഇതിപ്പോൾ വേറൊരു കാര്യം പറയുന്നുണ്ട്, പറഞ്ഞു. ഇവരാരും ചോദിക്കൂല, ഞാനും ചോദിക്കൂല. അപ്പൊ നിങ്ങൾ കണ്ടറിഞ്ഞ ആ വോട്ട് അങ്ങ് തരണം. കുത്തണ്ണം ചോദിക്കുന്ന വോട്ട് വേറെ ആർക്കും ആയിരിക്കും, സായിക്കായിരിക്കത്തില്ലല്ലോ. എടാ പറഞ്ഞെടുത്ത് നിൽക്കണം. എടാ നീ നിന്റെ ട്രൂപ്പംഗങ്ങളും ചോദിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവരെ കൊണ്ട് ചോദിപ്പിക്കുന്ന സിനാരിയോണ്. ഇങ്ങനെ പറയാനാണെങ്കിൽ സത്യമന ഇവരുടെ വീഡിയോ എടുത്ത് വെച്ച് ഇവരെ ഊക്കാനേ നേരം കാണുള്ളൂ. അമ്മാതിരി വിരുദ്ധതയാണ് രണ്ടും കൂടെ ഇരുന്ന് പറഞ്ഞുണ്ടാക്കുന്നത്. മാപ്പിളയ്ക്ക് ഒരു സാധനം, പെണ്ടാട്ടിക്ക് ഒരു സാധനം. മാപ്പിളയെ സപ്പോർട്ട് ചെയ്യാതിരുന്നാൽ കുഴപ്പം. ഇവൻ ഏറ്റവും വലിയ ടാസ്ക് കൊടുത്തിട്ട് പോയത് ഇവൻ്റെ പെണ്ണുമ്പിളയാണ്. ആ പെങ്കൊച്ചിൻ്റെ അടുത്ത് പറഞ്ഞാൽ നീ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഇതിരുന്ന് വിലയിരുത്തണോ? ഏത് നമ്മുടെ ബിഗ് ബോസിനെ പറ്റി പറയണോ? പെണ്ണ് ബിഗ് ബോസിനെ പറ്റി പറയണമെങ്കിൽ മാപ്പിളയെ എടുത്തു വെച്ച് കൊടുക്കണം. മാപ്പിളയെ എടുത്തു വെച്ച് കൊടുത്താൽ ഇപ്പോൾ അമ്മ എത്തിരി പോലെ സോഫ്റ്റ് കോർണറിലാണ് നിൽക്കണം. ആ അമ്മയും കൂടെ തിരിഞ്ഞ് പോകും. പെറ്റ മോനെ പറ്റി പറയുമ്പോൾ പിന്നെ അമ്മയ്ക്ക് ദേഷ്യം വരുമോ ഇല്ലയോ? പെണ്ണാകെ ത്രിശങ്കു സ്വർഗത്തിലെ ഒരു ബിഗ് ടാസ്ക് കൊണ്ട് പെണ്ണ് കുത്തിയിരിക്കുകയാണ്. പറയണ മുഴുക്ക അട്ടർ നോൺസെൻസ്. ഇന്നലെ ഒരു സിനാരിയോ കണ്ടായിരുന്നു, വാഴത്തോട്ടത്തിൽ ഇരുന്നുകൊണ്ട് സംസാരിക്കുന്നു. എനിക്കപ്പം മനസ്സിലായി അവൾ മൊത്തം വാഴത്തോട്ടത്തിലാണ് ഉള്ളത്. എന്നവനെ കല്യാണം കഴിച്ചാൽ അന്ന് മുതൽ ഈ പെണ്ണ് വാഴത്തോട്ടത്തിലാണ്, മൊത്തത്തിൽ എയറിലാണെന്ന് ചുരുക്കം. നീ ഇപ്പം പറയണ വേറൊരു കാര്യം കേട്ടോ. അതുകൊണ്ട് ആറാം തമ്പുരെ അവൻ കൺട്രോൾ. എടാ വാഴയൊക്കെ നീ ആറാം തമ്പുരനായിട്ട് പ്രതീക്ഷിച്ചു. ചുമ്മാ അല്ലടാ നിന്നെ അവർ പിടിച്ച് കാറി കൂടെ ഇരുത്തിയിരിക്കുന്നത്. ഇതുപോലുള്ള മന്ദബുദ്ധികൾക്കാണ് അവിടെ സ്പേസ്. അതുകൊണ്ട് തന്നെ ഈ മന്ദബുദ്ധികൾ അവിടെ ഇരുത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് കിത്തൂനെ പോലെ ഒരു മന്ദബുദ്ധി ലോകപ്രോട് വേറെ ഉണ്ടാവാനില്ല. ആറാം തമ്പുരാൻ എടാ ഇങ്ങനെ തള്ളി വിട്ടുകൊടുക്കണ്ടേ? സത്യമായിട്ട് ആറാട്ടാണ് ഇതിനെക്കാട്ട് എത്രയോ ഭേദമെന്നറിയാമോ? ആറാട്ടണ്ണന് പിന്നെയും ബുദ്ധി ഓർമ്മതയുണ്ടെന്ന് ഞാൻ പറയും. ആറാട്ടണ്ണനെ വെച്ച് കമ്പാരിസൺ ചെയ്ത് ആറാട്ടണ്ണൻ്റെ ഫാൻസിനെ അടിക്കും. എന്തുവാടാ ആറാം തമ്പുരാന് ഇവന്? അവൻ പോകുമ്പോഴേ പ്ലാൻ ചെയ്തു എന്നുള്ളതിൻ്റെ തെളിവാണ് പറഞ്ഞത്. കഥ സെൻഡി ആയിരിക്കും എന്നുള്ളത് പ്ലാൻ ചെയ്തിട്ടാണ് പോയത്. പക്ഷെ അവൻ കരയത്തില്ല. ഇവൻ്റെ സെൻഡി എന്ന് ഉദ്ദേശിച്ച് അവൻ്റെ വീട്ടുകാരെ പറ്റിയാണ്. അതിൽ നമുക്ക് സെൻഡി എന്നത് കോമഡി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തത്. ഇപ്പം കാണിച്ച സെൻഡിയോ റിയൽ സെൻറ്റിമെൻ്റ് എന്ന് അവൻ വിചാരിക്കുന്നു അതിന് പടു കോമഡി എന്ന് പറയും. മറ്റേത് കോമഡി എങ്കിൽ ദിസ് ഈസ് പടു കോമഡി. ആൾ ടോട്ടൽ മൊത്തത്തിൽ ഒരു വേസ്റ്റ് സാധനം. അതിനപ്പുറം ഒന്നുമില്ല. എൻ്റെ പൊന്നവസ്ഥ വീട്ടിലിരുന്നെങ്കിൽ ഇങ്ങനെ നാറുമായിരുന്നു. ഇവൻ നടത്തിയ കുറേ പ്രീ പ്ലാനിങ് ഐഡിയാസ്, ഐ മീൻ കുറേ അധികം ക്രിമിനൽ ആക്ടിവിറ്റീസ് പബ്ലിക്കിൻ്റെ മുന്നിലേക്ക് വന്നിട്ടുണ്ട്.
ഫസ്റ്റ് തിങ്, നമ്മളെപ്പോലെ ഒരാൾ അവൻ്റെ ഒപ്പോണൻ്റായി നിൽക്കുന്നുണ്ട്, അവരെ തകർക്കുക, കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തിരിക്കുകയാണ് അവൻ. അതേപോലെ ഇവർ കൊട്ടേഷൻ ഏറ്റെടുത്തിട്ടുണ്ട്. ആരെന്നറിയാം? മുതുകാടിനെ പോലുള്ളവരെ തീർത്ത് കിട്ടാൻ. ഞാനൊരു എക്സാമ്പിളാണ് പറഞ്ഞത്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരു ക്രിമിനലാണ് സായി. പിന്നെ ഈ ക്രിമിനൽ ആക്ടിവിറ്റീസ് ചെയ്യുന്ന ഇവൻ്റെ സൗഹൃദങ്ങളെല്ലാം റിവീൽ ആയിട്ടുണ്ട്. ഒന്ന്, മല്ലു ട്രാവലർ, പെണ്ണുപിടിയൻ. രണ്ട്, നമ്മുടെ മറ്റേ ആ വാഴയുടെ പേരെന്തുവാ, ഒരു പെങ്കൊച്ചിനെ വയറ്റിലാക്കി ഇതാക്കി കൊടുത്ത ആ ചെറുക്കൻ, അവൻ്റെ പേരെനിക്ക് കറക്റ്റ് ഓർമ്മ വരുന്നില്ല, ആ വായി നോക്കി അവൻ ഉൾപ്പെടെ എല്ലാം ഇവൻ്റെ കൂട്ടുകാർ, തീവ്രവാദിയായ കാപ്പിപ്പൊടി, ഇവന്മാരെ എല്ലാവരെയും കൂടെ നാട്ടുകാരെടുത്ത് പൊതിഞ്ഞ് അടപടലം പൂട്ടി അഭിഷേകം ചെയ്ത് അവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു. അപ്പോൾ ഇനി എന്താന്ന് പറഞ്ഞാൽ പൊതുസമൂഹത്തിന് മുമ്പിൽ ഞാനൊരു നന്മമരമായിട്ട് കാണിക്കാനാണ് ഈ നന്ദനെ ഉപയോഗിച്ചത്. ആക്ച്വലി നന്ദനയ്ക്ക് ക്യാരക്ടർ ഉണ്ടായിരുന്നു. നന്ദൻ അത് കൃത്യമായിട്ട് കളിക്കുന്നതിന് പകരം അറ്റ്ലീസ്റ്റ് അൻസിബയെ പോലെ നല്ലൊരു വ്യക്തിത്വം ആളുകൾ അംഗീകരിച്ച് പുറത്തേക്ക് വിടാൻ പക്വത ആ കുട്ടി കാണിക്കണമായിരുന്നു. അതിനുള്ള എബിലിറ്റി ആ കുട്ടിക്കുണ്ടായിരുന്നു. ഈ ഏട്ടന്മാരുടെ കൂടെ കുഞ്ഞനീയത്തി ഡ്രാമ കാണിക്കാൻ പോയതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. അതൊരു ജസ്റ്റ് ഒരു 100 ദിവസം നമുക്ക് താമസിക്കാനുള്ളൊരു പോർഷൻ മാത്രമാണ്. പല ആൾക്കാരും ഇതിനു മുമ്പ് അതിനകത്ത് താമസിച്ചിട്ട് വന്നതിൻ്റെ എക്സ്പീരിയൻസ് നമുക്ക് കണ്ടിട്ടുമുണ്ട്. പിന്നെ അതിനകത്ത് പോയിട്ട് ബന്ധങ്ങൾ വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്നതാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. നിങ്ങൾ അതിനകത്ത് പോയത് ഇൻഡിപെൻഡൻ്റായി നിന്ന് ഇൻഡിവിജ്വലായി നിന്ന് കളിക്കാനല്ലേ. പിന്നെ അതിനകത്ത് എങ്ങനെയാണ് ഈ അനിയത്തി, ചേട്ടത്തി, അമ്മച്ചി, ആൻറ്റി, അക്കച്ചി ബന്ധമൊക്കെ വരുന്നത്? നിങ്ങൾ ഇനി എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അങ്ങനെ ഒരു വണ്ണം വരത്തില്ല. ഇപ്പോൾ ആ പെൺകുട്ടിക്ക് കളിക്കാനുള്ള സ്പേസ് നഷ്ടപ്പെടുത്തി, അതിൻ്റെ അവസരം നഷ്ടപ്പെടുത്തിയിട്ട് അതിന് വീട് വെച്ച് കൊടുക്കാനുള്ള ഒരു ഉദ്യമത്തിലാണ് ഇവരെല്ലാവരും ഉള്ളത്. ആർക്കും ഞാൻ അറിയാത്തതുകൊണ്ട് ചോദിക്കുന്നതാണ്. നിങ്ങൾ ദാനം കൊടുക്കണം, ആപ്റ്റായ ആളുകൾക്ക് കൊടുക്കണം. കൈകാല സ്വാധീനമില്ലാതെ വയ്യാതെ കിടക്കുന്ന ഒരാൾക്ക് 10 രൂപ കൊണ്ട് കൊടുക്കുന്നത് പോലെയല്ല ആരോഗ്യസ്ഥിതിയുള്ള ഒരുത്തനിക്ക് 10 രൂപ കൊണ്ട് കൊടുക്കുന്നത്. ഞാൻ മുമ്പ് ഒരു കൊറിയൻ സിനിമയിൽ കണ്ടതാണ്. റോഡ് വക്കിൽ കാല് വയ്യാതെ ഇരിക്കുന്ന ഒരാൾ, അയാളുടെ അടുത്തേക്ക് ഒരാൾ വന്നിട്ട് ഒരു വെയിറ്റിംഗ് മെഷീൻ കൊണ്ടുവന്ന് വെച്ചു കൊടുക്കും. ഭിക്ഷ എടുക്കുന്നിടത്ത് ഒരു വെയിറ്റിംഗ് മെഷീൻ കൊണ്ടുവന്ന് വെച്ചു കൊടുത്തിട്ട് അയാൾ അങ്ങ് പോവുകയാണ്. ഇയാൾ ആദ്യം അതിശയിക്കും, ഇതെന്താ കഥയെന്ന്. പൈസ ഇടാതെ പോകുന്ന അയാൾ വെയിറ്റിംഗ് മെഷീനാണ് അവിടെ കൊണ്ടുവന്ന് വെച്ച് കൊടുക്കുന്നത്. പിന്നെ പോകുന്നവരൊക്കെ അതിനകത്ത് കയറി വെയിറ്റ് നോക്കും, ഒരു എമൗണ്ട് അയാൾക്ക് കൊടുക്കും. നമ്മൾ ഒരാളെ സഹായിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ആ രീതിയിലാണ് സഹായിക്കേണ്ടത്. അയാൾക്ക് പോലും നാണക്കേട് ഉണ്ടാകാത്ത രീതിയിൽ, അതൊരു ഭിക്ഷ എടുക്കുന്ന പണിയല്ല എന്ന് തോന്നുന്ന രീതിയിൽ അയാളെ കൊണ്ടത് ചെയ്യാം. ഇത് ഭിക്ഷ എടുപ്പല്ല, അയാൾ ഏൺ ചെയ്യുകയാണ്. കാരണം അയാളുടെ മെഷീൻ ഉപയോഗിക്കുന്നത് അതിൽ നിന്ന് വരുമാനം വരുന്നു. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ ഒരാളെ ഭിക്ഷ എടുക്കുന്ന ലെവലിലേക്ക് കൊണ്ടുവന്നിരുത്തി ആജീവാനന്ദം ഭിക്ഷ എടുക്കാനുള്ള ടൈമിലേക്ക് കൊടുക്കരുത്. നന്ദനെ അവർ അങ്ങനെയാണ് ആക്കുന്നത്. നന്ദനയ്ക്ക് പോലും ഇത് മനസ്സിലാവുന്നില്ല. നന്ദനയുടെ പേഴ്സണാലിറ്റിയെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നതിനകത്ത്. ഈ വാഴയുടെ കൂടെ കൂടിയവർക്കൊക്കെ ഇത് തന്നെയാണ് നാശം വന്നിട്ടുള്ളത്. അത് ജാസ്മിനായാലും ശരി, ഈ പെണ്ണിനായാലും ശരി, സപ്പോർട്ട് കൊടുക്കേണ്ട ഒരു പരിധിയുണ്ട്, ഒരു പരിമിതിയുണ്ട്. ഇന്നലെ റൈറ്റായിട്ട് മോഹൻലാൽ അത് കയ്യോടെ പൊക്കിയിട്ടുണ്ട് ഇവറ്റകളുടെ ഡ്രാമ. നമ്മൾ അതിനകത്ത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കളിക്കാനാണ് പോയിട്ടുള്ളത്. അതിനകത്ത് ഒരാളുടെ സപ്പോർട്ട് വാങ്ങിക്കുന്നതും സപ്പോർട്ട് കൊടുക്കുന്നതും മിസ്റ്റേക്കാണ്. അയാൾ നിങ്ങളുടെ എതിരിയാണ്, ഒപ്പോണൻ്റാണ്. ശത്രുവാണെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല, പക്ഷെ ഒപ്പോണൻ്റാണ്. നിങ്ങൾ അയാളെ അടിച്ചിട്ട് വേണം നിങ്ങൾക്ക് വിൻ ചെയ്യാൻ. മീൻസ് വെർബലിയാണ്, കൈകൊണ്ടല്ല, അല്ലാതെ അയാളെ മൊത്തമായി അയാളുടെ ക്യാരക്ടറിനെ താഴ്ത്തിയാലേ നിങ്ങളുടെ ക്യാരക്ടറിന് ഉയർച്ച വരുള്ളൂ. അയാളെ വളരെ മോശമായിട്ട് കാണിക്കണമെന്നല്ല, അയാളെക്കാൾ ഒരു പടി കൂടെ ഉന്നതത്തിൽ ഞാൻ ഇരിക്കുന്നു എന്ന് കാട്ടിയാലേ നമുക്ക് വിക്ടറി ഉണ്ടാവുള്ളൂ. അയാളുടെ ക്യാരക്ടർ എന്താണോ അതവിടെ റിവീൽ ആവും. അതിനേക്കാൾ കുറച്ചുകൂടെ ഇത് എനിക്കുണ്ട് എന്ന് നമ്മൾ കാണിക്കണം. അത് ശക്തി കൊണ്ടാണെങ്കിലും മെൻ്റലി ആണെങ്കിലും അത് കാണിക്കുക എന്നുള്ളതാണ്. വ്യക്തിത്വത്തിനാണ് അവിടെ ക്വാളിറ്റി കൊടുക്കുക. അപ്പം നിങ്ങൾ വിട്ടുകൊടുക്കുന്നവരാണ്, നന്മമരമാണെന്ന് പറഞ്ഞ ആളുകൾ നിങ്ങൾക്ക് വോട്ടൊന്നും ചെയ്യാൻ പോകുന്നില്ല. അങ്ങനെ ഒരു വോട്ട് കിട്ടിയാൽ അത് വേസ്റ്റ് ആണെന്നേ. നന്മ എങ്ങനെയാണ് ഉണ്ടാവുക എന്നറിയാമോ? ആക്ച്വലി ഇതുപോലെ ഓരോ NGOs ഉണ്ട്. എനിക്ക് താല്പര്യമില്ലാത്തൊരു കാര്യമാണ്. നമ്മൾ ഒരാളെ പ്രൊട്ടക്റ്റ് ചെയ്യണത് എപ്പോഴാണ്? അയാൾ മുന്നേറി വരാനാണ്. പ്രൊട്ടക്റ്റ് ചെയ്ത് അയാളെ സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ അയാൾ ഓട്ടോമാറ്റിക് മുന്നേറി വരും. നമ്മൾ കൊടുക്കുന്ന സപ്പോർട്ട് നമുക്ക് അയാൾ പിന്നീട് തിരിച്ചു തരാൻ അയാളെ പ്രാപ്തയാക്കുക എന്നുള്ളതാണ്. പ്രാപ്തനാക്കുക എന്നും പറയും. നമ്മൾ ഒരാളെ സഹായിക്കുകയാണെങ്കിൽ അയാൾ അത് വാങ്ങിക്കൊണ്ട് മിണ്ടാതെ കുത്തിയിരിക്കുകയാണെങ്കിൽ നമ്മൾ കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കണം ആ സഹായം. അയാൾ അതിൽ നിന്ന് മാറില്ല. അതേസമയം നമ്മൾ കൊടുക്കുന്ന സഹായം കൊണ്ട് അയാൾക്ക് മുന്നേറാനുള്ള ഒരു വഴിയാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അതിൽ കൂടെ അയാൾ മുന്നേറുക മാത്രമല്ല, നാളെ നമുക്കൊരു പ്രോബ്ലം വരുമ്പോൾ അയാളുടെ സപ്പോർട്ട് നമുക്കും ഉണ്ടാകും. അതാണ് ഈ NGO ഞാൻ എഗൻസ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഒരുപാട് തലങ്ങളിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് നമുക്ക് 3 ലക്ഷം രൂപ തരികയാണ്. ഒരു ലോണാണ് തരുന്നത്. എന്തിനാണ്? ഒരു ഇത് തുടങ്ങാൻ വേണ്ടിയിട്ട്.
അതേസമയം 3 ലക്ഷം രൂപ നമുക്ക് ഫ്രീ ആയിട്ട് വരട്ടെ, നമ്മളത് വാങ്ങി പുട്ടടിക്കുമെന്നതിനപ്പുറം നമ്മൾ എന്തെങ്കിലും ചെയ്യും. അതേസമയം ഈ 3 ലക്ഷം രൂപ നമുക്ക് തരുന്നത് കൃഷി ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ്സിനോ ആണെങ്കിൽ അതുകൊണ്ട് വേർത്തുണ്ടാവുക ആ ഗവൺമെന്റിന് തന്നെയാണ്. കാരണം ആ ഗവൺമെന്റ്, അതായത് ആ രാജ്യത്തെ പൗരന് അത് കൊടുക്കുമ്പോൾ ആ പൗരന് ആ പൈസ കൊണ്ട് മുന്നേറുകയാണെങ്കിൽ ആ മുന്നേറ്റം രാജ്യത്തിന്റെ കൂടെയാണ്. അതാണ് അതിന്റെ ഉൾക്കള്ളി. ഇത്രയും വിവരിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കും. ഏതായാലും അനിയത്തിയും ചാട്ടത്തെയും അനിയനും ചേട്ടനുമായിട്ട് അവിടെ കാണിച്ച ഡ്രാമ ഫുൾ ഫേക്ക് ആണെന്ന് തെളിയാൻ ഇതിൽ കൂടുതലൊന്നും വേണ്ട. കരച്ചില്, നാടകം, എവിക്ഷൻ കാർഡ് എല്ലാം പ്ലാനഡ് ആണ്. എവറിത്തിങ് പ്ലാനഡ് ആണെന്ന് മനസ്സിലാവാൻ കുറച്ച് ബോധം മതി, സാമാന്യ ബോധം മാത്രം മതി എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ദാറ്റ്സ് ഇറ്റ്. കുറച്ചുകൂടെ സ്നേഹ അത്യാവശ്യം അതെങ്കിൽ നല്ലൊരു ഡോക്ടറെ കാണണം കേട്ടോ. 24 മണിക്കൂർ ഇങ്ങനെ പൊട്ടത്തരം കെട്ടി ചിരിക്കുന്ന ഒരു അസുഖമാണ് മോളെ. എന്ത് പൊട്ടത്തരം ആര് വരാലും ഒരു കിണിയാ. ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ വൈബോ കിട്ടത്തില്ല. മീൻസ് ചിരിച്ചുകൊണ്ടിരിക്കുന്നത് ഭയങ്കര പോസിറ്റീവ് വൈബാണെന്ന് തെറ്റിദ്ധാരണയിലാണ് പുള്ളിക്കാരത്തി എന്തിനും ഏതിനിരുന്ന് കിണിക്കുന്നത്. ഒന്നും പറയാനില്ല. എനിവേ സൂപ്പർ രണ്ടുപേരും നല്ല 8 നിലയിൽ പൊട്ടി എന്നുള്ളതാണ്. സിജോയും സായിയും ചേർന്ന് കളിച്ചതിൽ നന്ദനയ്ക്കാണ് നഷ്ടം. ഷീ ലോസ്റ്റ് ഹർ ഓപ്പർച്യൂണിറ്റി. ദാറ്റ്സ് ഇറ്റ്. ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി അവർക്ക് കിട്ടിയത് തന്നെ ജാസ്മിൻ മൂലമാണ്. കാരണം ജാസ്മിനെ അടിക്കാനായിട്ട് ജാസ്മിനേക്കാൾ പ്രായം കുറഞ്ഞ ഒരാളെ അവിടെ കൊണ്ടുവരണം എന്നുള്ളത് കൊണ്ടായിരിക്കും ഈ നന്ദനയ്ക്ക് അതിനകത്ത് സ്പേസ് തന്നെ കിട്ടിയത്. കിട്ടിയയിടത്ത് ജാസ്മിനെ എതിരെ പറയണം എന്നുള്ളൊരു ടോണ് പറഞ്ഞു കൊടുത്ത് തന്നെയാണ് ക്രൂ മെമ്പേഴ്സ് അവളെ അതിനകത്ത് വിട്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ ചെന്ന് ജാസ്മിനെതിരെ പറഞ്ഞത് പോലും ഒരു റോങ് സ്റ്റാറ്റസിലാണ്. ആ കാണിക്കുന്ന ചില വൃത്തിഹീനതകൾ ചൂണ്ടിക്കാണിക്കുകയും കൃത്യമായി അതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം. പക്ഷെ വയസ്സ് കുറവായതുകൊണ്ടല്ല, മെച്യൂരിറ്റി ലെവൽ ചന്ദനയ്ക്ക് കുറച്ച് കൂടുതലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇതിൽ നിന്നൊക്കെ മാറി വേറൊരു ലെവലിലേക്ക് പോയി പ്രണയം വെളിപ്പെടുത്തുന്നു, സഹോദരന്മാരെ ആക്കുന്നു, സഹോദരന്മാരോട് കിടന്ന് കൊഞ്ചുണു, കുഴയണു. അതൊരു പബ്ലിക് ഷോയാണ് കുട്ടിയെ. ഇത്രയധികം ക്യാമറകൾക്കിടയിലേക്ക് നിന്നെ പറഞ്ഞു വിടുമ്പോൾ അവിടെ കുറച്ച് പേഴ്സണാലിറ്റി കാണിക്കുന്നതിനപ്പുറം അവിടെ കിടന്നുകൊണ്ട് കൊഞ്ചിക്കൊഴയാനും ആടാനും ഒക്കെ പോയത്. അതിപ്പോൾ ഏത് റിലേഷൻഷിപ്പ് ആണെങ്കിൽ പോലും അതിനകത്ത് കാണിക്കേണ്ട ഈ മിനിമം മര്യാദകൾ കാണിക്കാതെ മറ്റുള്ളവരുടെ തലയിലേക്ക് മെക്കിട്ട് കയറാൻ അവന്മാരുടെ ഗൈഡൻസിൽ കൂടെ ജിൻഡോയെ അടിച്ചിടാനും ശ്രമിച്ചതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് നഷ്ടപ്പെട്ടത് നിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി മാത്രമാണെന്ന് മനസ്സിലാക്കുക. ഇനി ഏട്ടന്മാർ വരും വീട് വെച്ച് തരാമെന്നും പറഞ്ഞിട്ടുണ്ട്. വാടക വീട്ടിൽ ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. സക്സസ്ഫുൾ ലൈഫ് ലീഡ് ചെയ്യുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അവരൊക്കെ വാടക വീട്ടിൽ നിന്ന് തന്നെയാണ് വന്നിട്ടുള്ളത്. മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി സ്വന്തം കൂടും കൊടുക്കുകയും കിടപ്പാടവും വരെ വിറ്റ് വാടക വീട്ടിൽ പോയിട്ട് മക്കളെ പഠിപ്പിച്ച് രക്ഷപ്പെടുത്തിയ അച്ഛനമ്മമാർ ഒരുപാട് പേരുണ്ട്. അവരാരും തന്നെ മോശക്കാരല്ല. നിനക്കൊരു വീട് എന്നൊരു സുന നീ പറയുന്നത് കൊണ്ടാണ് അവന്മാർ അത് ഹൈലൈറ്റ് ചെയ്ത് പിടിച്ചതും. നിനക്ക് അറ്റ്ലീസ്റ്റ് ആ മണി ബാഗ് വാങ്ങിക്കാനുള്ള ഒരു സ്പേസിലേക്ക് പോലും എത്തിപ്പെടാൻ പറ്റാതെ ഇങ്ങനെ നിന്നെ പുറത്തേക്ക് വിട്ടതിൻ്റെ റീസൺ നിൻ്റെ ഈ ഏട്ടായിമാർ തന്നെയാണെന്നുള്ള തിരിച്ചറിവുണ്ടാകണം. പെണ്ണുമ്പോൾ കുറേ പറഞ്ഞ് അവിടെ വെച്ചിട്ടുണ്ട്. സായി എന്നെ പോയി കേട്ട് നോക്ക്. അവളൊക്കെ സമ്മതിക്കുകയോ അനുവദിക്കുകയോ എന്നുണ്ടെങ്കിൽ തന്നെ നന്മമരം കളിച്ച് എന്തോ ഒന്ന് നേടിയെടുക്കാൻ വേണ്ടി നിന്നെ ഇങ്ങനെ ഒരു വലിയൊരു കുഴി കൊണ്ട് ചാടിച്ചത് ഈ ഏട്ടായിമാരാണ്. തിരിച്ചറിവുണ്ടെങ്കിൽ തിരിച്ചറിഞ്ഞു. അവന്മാരിങ്ങനെ കളിച്ചിട്ടില്ലായിരുന്നെങ്കിൽ നിനക്ക് ഇനിയും അവിടെ തുടരായിരുന്നു. കാരണം അവന്മാരായിരുന്നു പുറത്തു പോകേണ്ടത്. പക്ഷേ ഇത് പ്രീ പ്ലാൻഡ് ആണ്. അവന്മാരുടെ ഷോയാണിത്. അതുകൊണ്ട് നീ തീർച്ചയായിട്ടും പുറത്തു പോകുക. നിന്നെ പിടിച്ചു വെച്ചതിൻ്റെ റീസൺ ആ പെണ്ണിനെതിരെ ഒന്നും ചെയ്യാതിരിക്കാനും കൃത്യമായി വിശകലനം ചെയ്യാതിരിക്കാനും ആണ്. ഇപ്പോൾ റീസെൻ്റ്ലി ഒരുപാട് ന്യൂസുകൾ വരുന്നുണ്ട്. പോരാളി പൊരുതി നിൽക്കുന്ന ജാസ്മിൻ. എന്താ നിങ്ങളാരും പെണ്ണുങ്ങളല്ലയോ? നോറയുണ്ട്, ഈ കുട്ടിയുണ്ട്, എത്ര പെണ്ണുങ്ങളുണ്ട് അതിനകത്ത്? അവരാർക്കും പോരാളിത്തമില്ല. മറ്റവൾക്ക് മാത്രമേ പോരാളിത്തമുള്ളൂ. പോരാളി എന്താ ചെയ്ത? കാമലീലകളാണ് കാണിച്ച. കാമലീലകൾക്ക് പോരാളി എന്ന പേരിട്ടിരിക്കുന്ന വിശ്വമഹാസംഭവങ്ങളെ ഒന്നും പറയില്ല. നമോവാകം, അത്രയേ ഉള്ളൂ. എനിവേ, സായി എന്ന കള്ളൻ്റെ പുതിയ കള്ളത്തരങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാവുന്നവർ വിശ്വസിക്കുക. നന്മമരം കളിച്ച് പുതിയൊരു വേർഷൻ കൊണ്ടുവരാൻ സായി ശ്രമിക്കുന്ന ശ്രമമുണ്ടല്ലോ, അട്ടർ ഫ്ലോപ്പായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ട്. ഇപ്പോൾ പോലും അതിനകത്ത് അവൻ പറഞ്ഞ പലതും കള്ളങ്ങളാണ്. ഒന്ന് അവൻ്റെ ഊരുവേദന, അവന് ഊരേ ഇല്ല. ഊരില്ലാത്തവനിക്ക് എങ്ങനെ വേദന വരാനാണ്? അങ്ങനെയുള്ളവൻ ആ നിൽക്കുന്ന ടാസ്കിൽ അത്രയും മണിക്കൂർ നിൽക്കില്ല. 1 അവർ ഊരുവേദന ഉള്ളവരത്ത് നിന്ന് കഴിഞ്ഞാൽ അവൻ നടുവെട്ടി വീഴും. അത് മനസ്സിലാകണമെങ്കിൽ 2 hours നിന്ന മറ്റേ കുട്ടിയുടെ അവസ്ഥ കണ്ടു നോക്കുക. കൃത്യമാണത്. അപ്പോൾ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ പൊതുജനങ്ങളെ പറ്റിക്കുക, ബിഗ് ബോസിനെ പറ്റിക്കുക, കയറി അവൾക്ക് ഇൻഫർമേഷൻ കൊടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ നിന്ന് അവനെ ഇറക്കി വിടാതെ ആപ്റ്റായ ഒരു കണ്ടസ്റ്റന്റിനെ പുറത്തേക്ക് വിട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നന്ദനയോട് ചെയ്തത് അനീതി തന്നെയാണ്. പക്ഷെ എന്ത് ചെയ്യാം, അവളത് ഇരന്നു വാങ്ങിയതാണ്. നമ്മൾക്ക് മനസ്സിലാകണം നമ്മൾ എന്താണെന്ന്.
നമ്മൾ പെർഫോം ചെയ്യേണ്ടടുത്ത് നമ്മൾ തന്നെ പെർഫോം ചെയ്യണം. നമുക്ക് സപ്പോർട്ടേ കൊടുക്കാൻ പറ്റുള്ളൂ. നന്ദന നല്ലൊരു പ്ലെയർ ആയിരുന്നു. അൺഫോർച്യൂൺ എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇടയ്ക്ക് യവന്മാരുടെ കൂടെ ചേർന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു ദേഷ്യം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. പ്രത്യേകിച്ച് സിജോയൊക്കെ മാസ്റ്റർ പ്ലെയിനാണ് ഇതിനകത്ത് കളിച്ചിട്ടുള്ളത്. താങ്ക് യു സോ മച്ച്.